പെൺമക്കളുടെ വിവാഹം ആലോചിക്കുന്ന രക്ഷിതാക്കളാണോ നിങ്ങൾ? വിവാഹ ചെലവുകൾ എങ്ങനെ കണ്ടെത്തും എന്ന ആശങ്കയിലാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ തീർച്ചയായും കാണണം. കാരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺമക്കളുടെ വിവാഹത്തിന് 70,000 വരെ ധനസഹായം ലഭിക്കുന്ന സർക്കാർ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പദ്ധതിയുടെ പേര് മംഗല്യ സമുന്നതി. എന്നാൽ എല്ലാവർക്കും ഈ തുക ലഭിക്കില്ല. ആർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക? വരുമാന പരിധി എത്രയാണ്? ഏത് റേഷൻ കാർഡ് വേണം? ആരാണ് അപേക്ഷിക്കേണ്ടത്? എപ്പോഴാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? ഇതെല്ലാം ഈ വീഡിയോയിൽ വിശദമായി പറയാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് മംഗല്യ സമുന്നതി കേരള സർക്കാരിൻ്റെ സമുദായക്ഷേമവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് എന്നതാണ്. മുന്നാക്ക സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബാംഗങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കേരള മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. അതായത് പെൺമക്കളുടെ വിവാഹത്തിന് സർക്കാർ സഹായം ലഭിക്കുന്ന പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്. എന്നാൽ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. അപേക്ഷ ഇപ്പോഴും തുറന്നു കിടക്കുന്നതല്ല. നിശ്ചിത സമയത്താണ് അപേക്ഷ ക്ഷണിക്കുന്നത്. അതിനാൽ അറിയിപ്പ് വരുന്ന സമയത്ത് തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഈ പദ്ധതിയിലൂടെ 70,000 ധനസഹായമായി ലഭിക്കുന്നത്. എന്നാൽ സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യോഗ്യരായ അപേക്ഷകരിൽ നിന്നാണ് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നത്. ലഭിക്കുന്ന അപേക്ഷകളിൽ ഏറ്റവും കുറഞ്ഞ കുടുംബ വാർഷിക വരുമാനമുള്ള യോഗ്യരായ അപേക്ഷകർക്ക് മുൻഗണന ലഭിക്കുന്ന രീതിയിലാണ് ധനസഹായം അനുവദിക്കുന്നത്. അതുകൊണ്ട് വെറുതെ അപേക്ഷിച്ചാൽ എല്ലാവർക്കും 70,000 ലഭിക്കും എന്ന് കരുതരുത്. ലഭ്യമായ സർക്കാർ ഫണ്ടിനും അപേക്ഷകരുടെ യോഗ്യതയ്ക്കും അനുസരിച്ചാണ് ധനസഹായം അനുവദിക്കുന്നത്. ഇതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി പ്രധാനപ്പെട്ട ചോദ്യം, ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുക? മുന്നാക്ക സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺമക്കളുടെ വിഭാഗത്തിനാണ് ഈ സഹായം ലഭിക്കുക. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 1,00,000 രൂപയായിരിക്കണം. ഇതിനൊപ്പം അപേക്ഷകർ AAY അഥവാ മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ പിങ്ക് റേഷൻ കാർഡ് ഉടമകളായിരിക്കണം. അതിനാൽ നിങ്ങളുടെ കുടുംബം ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട നിബന്ധന കൂടിയുണ്ട്. വിവാഹം നടന്ന സമയത്ത് പെൺകുട്ടിയുടെ പ്രായം 18 വയസ്സോ അതിനു മുകളിലോ ആയിരിക്കണം. അതായത് 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹത്തിന് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല. ഇനി അപേക്ഷയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം, പെൺകുട്ടിയുടെ രക്ഷിതാവാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് പെൺമക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ സഹായം ലഭിക്കുമോ എന്ന് അന്വേഷിക്കുന്ന രക്ഷിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അപേക്ഷ സമർപ്പിക്കുമ്പോൾ സർക്കാർ ആവശ്യപ്പെടുന്ന വിവരങ്ങളും രേഖകളും കൃത്യമായി നൽകേണ്ടതാണ്. തെറ്റായ വിവരങ്ങൾ നൽകുകയോ ആവശ്യമായ രേഖകൾ സമർപ്പിക്കാതിരിക്കുകയോ ചെയ്താൽ അപേക്ഷ പരിഗണിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അപേക്ഷ അറിയിപ്പ് വന്നാൽ അതിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി വായിച്ച ശേഷം മാത്രം അപേക്ഷ നൽകുക. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, അപേക്ഷ എപ്പോഴാണ് നൽകേണ്ടത്? ഇതിനായി വർഷം മുഴുവൻ അപേക്ഷിക്കാം എന്നല്ല. സർക്കാർ നിശ്ചയിക്കുന്ന സമയത്താണ് അപേക്ഷ ക്ഷണിക്കുന്നത്. കഴിഞ്ഞ തവണ 2025 ജനുവരി 1 മുതൽ 2025 ഒക്ടോബർ 31 വരെ വിവാഹിതരായവരിൽ നിന്നാണ് അപേക്ഷ സ്വീകരിച്ചത്. ഇത് കഴിഞ്ഞ അപേക്ഷ കാലയളവിൻ്റെ ഉദാഹരണമാണ്. അടുത്ത അപേക്ഷാ തീയതികൾ ഇതേ രീതിയിൽ ആയിരിക്കണമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് പുതിയ അറിയിപ്പ് വരുമ്പോൾ അതിലെ വിവാഹ തീയതി പരിധിയും അപേക്ഷ അവസാന തീയതിയും പ്രത്യേകം പരിശോധിക്കണം. ഇനി അപേക്ഷ എവിടെ നിന്നാണ് ലഭിക്കുക എന്നതാണ് അടുത്ത ചോദ്യം. മംഗല്യ സമുന്നതി പദ്ധതിയുടെ അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും കേരള മുന്നാക്ക സമുദായ വികസന കോർപ്പറേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാകും. അതിനാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏതെങ്കിലും ലിങ്കിൽ കയറി അപേക്ഷിക്കുന്നതിന് മുമ്പ്
ഔദ്യോഗിക വെബ്സൈറ്റ്സ് തന്നെയാണോ എന്ന് ഉറപ്പാക്കുക. അപേക്ഷാ തീയതി, യോഗ്യത, ആവശ്യമായ രേഖകൾ, വിവാഹ തീയതി സംബന്ധിച്ച നിബന്ധനകൾ തുടങ്ങിയ ഓരോ അറിയിപ്പിലും പരിശോധിക്കണം. കാരണം പദ്ധതി എല്ലാ വർഷവും നടപ്പാക്കുന്നുണ്ടെങ്കിലും അപേക്ഷാ കാലയളവും മറ്റ് വിശദാംശങ്ങളും പുതിയ അറിയിപ്പനുസരിച്ചാണ് മാറാൻ സാധ്യതയുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പദ്ധതിയിൽ അപേക്ഷിച്ച എല്ലാവർക്കും 70,000 ലഭിക്കും എന്നല്ല. ലഭിക്കുന്ന അപേക്ഷകരിൽ നിന്നും യോഗ്യരായ അപേക്ഷകരെ പരിഗണിക്കും. ഏറ്റവും കുറഞ്ഞ കുടുംബ വരുമാനമുള്ളവർക്ക് മുൻഗണന നൽകുകയും ചെയ്യും. ലഭ്യമായ സർക്കാർ ഫണ്ടിനനുസരിച്ചായിരിക്കും അന്തിമമായി ധനസഹായം അനുവദിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം കുറവാണെങ്കിൽ മറ്റ് യോഗ്യതാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്നത് പ്രയോജനകരമായേക്കാം. പക്ഷേ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് പുതിയ ഔദ്യോഗിക വിജ്ഞാപനത്തിലെ മുഴുവൻ നിബന്ധനകളും പരിശോധിക്കണം. ഇനി ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങൾ വീണ്ടും നോക്കാം. 1. പദ്ധതി മംഗല്യ സമുന്നതി. 2. ലക്ഷ്യം മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺമക്കളുടെ വിവാഹത്തിന് ധനസഹായം. 3. ധനസഹായം 70,000. 4. കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപ വരെ. 5. റേഷൻ കാർഡ്, AAY മഞ്ഞക്കാർഡ് അല്ലെങ്കിൽ മുൻഗണന വിഭാഗത്തിലെ പിങ്ക് കാർഡ്. 6. അപേക്ഷിക്കേണ്ടത് പെൺകുട്ടിയുടെ രക്ഷിതാവ്. 7. പെൺകുട്ടിയുടെ പ്രായം, വിവാഹ തീയതി 18 വയസ്സോ അതിനു മുകളിലോ. 8. അപേക്ഷ സർക്കാർ നിശ്ചയിക്കുന്ന സമയത്ത് മാത്രം. അപ്പോൾ പെൺമക്കളുടെ വിഭാഗത്തിനായി സർക്കാർ നൽകുന്ന മംഗല്യ സമുന്നതി ധനസഹായം ലഭിക്കാൻ നിങ്ങൾ യോഗ്യരാണോ എന്ന് പരിശോധിക്കുക. പ്രത്യേകിച്ച് മുന്നാക്ക സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ രക്ഷിതാക്കൾ ഈ പദ്ധതിയുടെ പുതിയ അറിയിപ്പുകൾ ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണ്. 70,000 സഹായം ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ള രക്ഷിതാക്കളിലേക്കും എത്താൻ ഷെയർ ചെയ്യുക. ഇത്തരം സർക്കാർ പദ്ധതികളും ജോലി അവസരങ്ങളും പുതിയ അറിയിപ്പുകളും കൃത്യമായി അറിയാൻ വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പ്രധാന അപ്ഡേറ്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.